last but never the least, I welcome each and everyone who are present here for this occasion. Thank you. Thank you, Mrs. Soumyasri, for that warm and heartfelt welcome. It is now my privilege to invite a distinguished leader who has always been a pillar of strength and guidance for all of us. Reverend Sister Sujaya B.S., our esteemed education coordinator, has been a constant source of inspiration dedicated to nurturing young minds and fostering an environment of learning and growth. Her leadership has been integral in shaping the values we cherish in our school community. Let us all warmly welcome Reverend Sister Sujaya B.S. as she delivers the presidential address for today's event. ഏറ്റവും സ്നേഹമുള്ള സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അൽഫോൻസ ജോസഫ്, KG സ്കൂൾ ഇൻചാർജ് റെവറൻഡ് സിസ്റ്റർ റീറ്റ ജോർജ്, PTA പ്രസിഡന്റ് ശ്രീ അജു മാത്യു, UKG പ്രതിനിധി കുമാരി ദേവന ധനേഷ്, സ്നേഹമുള്ള അധ്യാപകരെ, അനധ്യാപകരെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, സാധാരണ സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ KG ഫെസ്റ്റിന് വരുമ്പോൾ ഈ ഗ്രൗണ്ട് നിറയെ മാതാപിതാക്കൾ സന്നിഹിതരായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇന്ന് വളരെ കുറച്ച് പേരെ മാത്രമേ കാണുന്നുള്ളൂ. പാരൻസ് വരാൻ താമസിക്കുന്നതോ വരണ്ട എന്ന് തീരുമാനിച്ചതോ കസേരകളോട് സംസാരിക്കുന്ന ഒരു പ്രതീതി എനിക്ക്. ഓക്കെ, ഏതായാലും ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരെ ബഹുമാനിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കട്ടെ. സെൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റ് സ്കൂളിൻ്റെ KG സെക്ഷൻ്റെ ഒരു ആഘോഷമാണ് നാം ഇന്നിവിടെ കൊണ്ടാടുന്നത്. ഇത് ഞാൻ നോക്കിക്കാണുമ്പോൾ ഒരു ഔദ്യോഗിക പരിപാടിയായിട്ട് കാണാതെ ഒരു ഉല്ലാസത്തിൻ്റെ സമയമായിട്ട് കണക്കാക്കിയാൽ അതായിരിക്കും കൂടുതൽ നല്ലത്. നമ്മളുടെ കൊച്ചു കുട്ടികളുടെ പ്രകടനങ്ങൾ അവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ട്, എന്നാൽ അവരുടെ കഴിവിൻ്റെ പരമാവധി ഇവിടെ പ്രകടിപ്പിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക, അത് കണ്ട് സന്തോഷിക്കുക, അതുമാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ എല്ലാ കാലത്തും പറയാറുണ്ട്, കൊച്ചുകുട്ടികൾ സ്റ്റേജിൽ എന്തവതരിപ്പിച്ചാലും അതൊരു ഭംഗിയാണ്, അല്ലേ? 4 പേർ നിന്ന് 4 തരത്തിൽ കളിച്ചാലും അതിനൊരു സൗന്ദര്യമുണ്ട്. ഒരാൾ ഇടത് കൈ അങ്ങോട്ട് വയ്ക്കുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് വെച്ചാൽ അതിനൊരു ഭംഗിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഉല്ലാസത്തിൻ്റെ വേദിയാണ് എന്ന്. അപ്പം നമ്മുടെ മക്കൾ ഇന്ന് അവർ പഠിച്ച അവരുടെ ഉള്ളിലുള്ള അവരുടെ സിദ്ധികളെ, അവരുടെ കഴിവുകളെ ഇവിടെ പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് അധ്യാപകർക്ക്, മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക് അതിനെ ഏറ്റവും ഹൃദ്യമായ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാം. എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ ഞാനൊരു ചെറിയ കഥ ഓർക്കുകയാണ്. ഒരു കാട്ടിൽ ഒരു ചെറിയ വിത്ത് ഉണ്ടായിരുന്നു. ആ വിത്ത് അതിൻ്റെ ചുറ്റും നോക്കിയപ്പോൾ ധാരാളം ചെടികൾ, വൻ വൃക്ഷങ്ങളൊക്കെ വളർന്നു നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ആ കൊച്ചു വിത്തിന് സങ്കടമായി. ആ വിത്ത് ചോദിച്ചു, ഞാൻ എന്നെങ്കിലും എൻ്റെ ചുറ്റുമുള്ള ഈ മരങ്ങളെ പോലെ ആകുമോ?
അവർ ചെയ്യുന്നത് പോലെ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിക്കുമോ, ഞാൻ എപ്പോഴെങ്കിലും അത്രയും വളരുമോ എന്നൊക്കെ ഓർത്ത് ആവലാതിപ്പെടുകയാണ്. അപ്പോൾ സൂര്യൻ ആ കൊച്ചു വിത്തിനെ തലോടിക്കൊണ്ട് പറയുകയാണ്, നിനക്ക് ചുറ്റും കാണുന്ന ഈ പടുവൃക്ഷങ്ങളൊക്കെ ഒരു കാലത്ത് നിന്നെപ്പോലെ ചെറുതായിരുന്നു. നിനക്ക് ചുറ്റും ധാരാളം സസ്യങ്ങളുണ്ട്, ജീവികളുണ്ട്, സാധ്യതകളുണ്ട്. അവരുടെയൊക്കെ സഹായം നീ ഒന്ന് തേടിയാൽ, ഒന്ന് മനസ്സ് വെച്ചാൽ നീയും വളരും, നീയും ഇതുപോലൊരു വൃക്ഷമാകും. ആ കാട്ടിലുള്ള ജീവികളും സസ്യങ്ങളും സൂര്യനും ജലവുമെല്ലാം ഈ വിത്തിനെ സഹായിച്ചു. അതിനെക്കുറിച്ച് കരുതലുള്ളവരായിരുന്നു. സൂര്യൻ അതിൻ്റെ ചൂട് കൊണ്ട് നൽകി തലോടിക്കൊണ്ട് അതിനെ വളരുവാൻ സഹായിച്ചു. മഴ പെയ്ത് വെള്ളം നൽകി കൊച്ചു ചെടികൾ അതിനെ കാത്തുപരിപാലിച്ചു. ഇങ്ങനെ എല്ലാം ആയപ്പോൾ ഒരിക്കൽ ഈ വിത്ത് പൊട്ടിമുളച്ചു. ഒരു ചെറിയ മുള വന്നു, ചെറിയൊരു ചെടിയായി വളർന്നു വന്നു. അത് വളർന്ന് വരുവാൻ വലിയ വൃക്ഷമായി മാറി. ഇപ്പം മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലുള്ള കൊച്ചു വിത്തുകളാണ് നമ്മുടെ ഓരോ കുട്ടികളും. ചില കുട്ടികളെങ്കിലും ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകും, എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എന്നാണ് ഞാൻ വലുതാവുക, എന്നാണ് എനിക്ക് മറ്റുള്ളവരെ പോലെ ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ എനിക്കൊന്നും പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു അവസരം ഉണ്ടാകാം നമ്മുടെ മക്കൾക്കും. അപ്പോൾ ഈ സൂര്യനെ പോലെ, മറ്റ് വൃക്ഷങ്ങളെ പോലെ, മഴയെപ്പോലെയൊക്കെ ഈ വിത്തിന് നൽകിയ പ്രോത്സാഹനം നൽകിയതിനെ വളരുവാൻ സഹായിക്കുക എന്ന ഉത്തരവാദിത്വമാണ് നിങ്ങളിൽ ഓരോരുത്തരുടെയും നിക്ഷിപ്തമായിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ വിത്തുകൾക്ക് വേണ്ടി ഒരു സൂര്യനാകാം, മഴയാകാം, മറ്റ് വൃക്ഷങ്ങളാകാം, കാറ്റാകാം, ഓക്സിജനാകാം, എല്ലാം ആകാം. അങ്ങനെ നമ്മുടെ മുൻപിലുള്ള, നമ്മുടെ കയ്യിലുള്ള ആ കൊച്ചു വിത്തുകൾ, സങ്കടപ്പെടുന്ന വിത്തുകൾ വളരാൻ നിങ്ങൾ ഓരോരുത്തരും കാരണമാവട്ടെ. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഈ ഒരു സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളെ ചേർക്കുകയും അവരുടെ ഓരോ വളർച്ചയിലും പ്രത്യേകം ശ്രദ്ധ നൽകിക്കൊണ്ട് അവരെ ഇന്നവരായിരിക്കുന്ന രീതിയിൽ വളരുവാൻ വേണ്ട പ്രോത്സാഹനവും അവരുടെ ഉള്ളിലുള്ള സാധ്യതകളെയും ഭാവനയെയും ഒക്കെ വളർത്തിയെടുത്തുകൊണ്ട് കണ്ടുപിടിച്ച് നിങ്ങൾ വേണ്ട പ്രോത്സാഹനം നൽകി ഇതുവരെ വളർത്തി. അപ്പോൾ അവർ വളരുവാൻ നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ നിങ്ങളുടെ പ്രോത്സാഹനത്തിനും നല്ല കാര്യങ്ങൾക്കും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. അവരിനിയും വളരട്ടെ, വളർന്ന് വലിയ വൃക്ഷമാവട്ടെ. നിങ്ങൾക്കും അവർക്കും സമൂഹത്തിനുമൊക്കെ ഉപകരിക്കുന്ന നല്ല വ്യക്തികളായി മാറുവാനായിട്ട് ഈ ഒരു ചെറിയ തുടക്കം കാരണമാകട്ടെ. അതുകൊണ്ട് കുട്ടികൾ തെറ്റ് തിരുത്തണം, അതോടൊപ്പം തന്നെ ആ കുറവുകൾ മറികടന്നുകൊണ്ട് അതിനെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ കഴിവുകളെ, അവരുടെ സാധ്യതകളെ, സിദ്ധികളെയൊക്കെ വളർത്തുവാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഒരു കൊച്ചു കഥ പറയാം. ഇന്ന് കഥയുടെ ദിവസമാണ്. അപ്പോൾ ഇന്നൊരു കഥ കൂടി പറയാം. ഒരിക്കൽ വലിയ ആകാശത്ത് ഒരു കൊച്ചു നക്ഷത്രമുണ്ടായിരുന്നു. ഈ കൊച്ചു വിത്തിനെ പോലെ തന്നെ ഈ കൊച്ചു നക്ഷത്രവും ഇങ്ങനെ അല്പം ഒന്ന് പ്രകാശിക്കാൻ പോലും ലജ്ജിച്ചുകൊണ്ട്, എനിക്ക് എത്രമാത്രം പ്രകാശം നൽകാൻ സാധിക്കും, എന്നിലെ ഈ കൊച്ചു പ്രകാശം വലിയ സൂര്യനോ വലിയ നക്ഷത്രങ്ങൾക്കോ ഒന്നും പകരാൻ നൽകുന്ന പോലെ എനിക്ക് സാധിക്കില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു കൊച്ചു നക്ഷത്രം. ഒരു ദിവസം പെട്ടെന്ന് ആകാശം മുഴുവൻ ഇങ്ങനെ മേഘാവൃതമായി, ഈ എല്ലാ നക്ഷത്രങ്ങളും മൂടപ്പെട്ടു. ഒരു വലിയ കറുത്ത കമ്പിളി എടുത്ത് പുതപ്പിച്ചതുപോലെ ഭൂമി മുഴുവനും അന്ധകാരമായി. യാത്രക്കാർ ഒക്കെ വളരെ ബുദ്ധിമുട്ടി. വഴി കാണാതെ അവർക്ക് ബുദ്ധിമുട്ടായി, ദുരിതത്തിലായി. വഴിതെറ്റി നടന്ന ഒരു കൊച്ചു പയ്യൻ കാട്ടിലിങ്ങനെ അലയുകയാണ്, എങ്ങോട്ട് തിരിയണമെന്നറിയാതെ. കാരണം ഒട്ടും വെട്ടമില്ല. അവനിങ്ങനെ ആകാശത്തേക്ക് നോക്കി, ആരെങ്കിലും അല്പം പ്രകാശം എനിക്ക് തന്നിരുന്നെങ്കിലും അവൻ ആഗ്രഹിച്ചു. അപ്പോൾ ഈ കൊച്ചു നക്ഷത്രം വിചാരിച്ചു, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഈ ഒരു അവസരത്തിൽ ഞാൻ എങ്ങനെയെങ്കിലും അല്പം പ്രകാശം ഈ കൊച്ചു കുട്ടിക്ക് നൽകി അവനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് ചിന്തിച്ചു. അവൻ ധൈര്യം നേടിയെടുത്തുകൊണ്ട് സർവ്വശക്തിയും ഉപയോഗിച്ച് പ്രകാശിക്കാൻ ശ്രമിച്ചു.
അങ്ങനെ ആ ഇരുൾ നിറഞ്ഞ ഇതിലൂടെ അവൻ ആ കൊച്ചു താരത്തിൻ്റെ ചെറിയ പ്രകാശരശ്മികൾ ഭൂമിയിലേക്ക് വന്നു. ഈ കൊച്ചു പയ്യന് വഴി കാട്ടി വീട്ടിലെത്താൻ സാധിച്ചു എന്നാണ് കഥ പറയുന്നത്. അതോടുകൂടി തന്നെ ഈ കൊച്ചു താരത്തിനൊരു ബോധ്യം വന്നു, എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പോൾ സൂര്യൻ പിറ്റേ ദിവസം ഈ താരത്തോട് പറയുകയാണ്, ഇന്നലെ നീ ഒരു വലിയ കാര്യം ചെയ്തില്ലേ, നിൻ്റെ ചെറിയ പ്രകാശം നൽകിക്കൊണ്ട് ആ കൊച്ചുകുട്ടിയെ വീട്ടിലെത്തിക്കാൻ നീ സഹായിച്ചില്ലേ. അപ്പോൾ കൊച്ചു കാര്യമാണെങ്കിൽ പോലും ചില സമയത്ത് ഇത് വലുതായി സംഭവിക്കാം. ഇതൊരു ബോധ്യമായിരുന്നു ആ ചെറിയ താരത്തെ സംബന്ധിച്ച്. എൻ്റെ മുമ്പിലുള്ള കൊച്ചു കുട്ടികളോടാണ് ഞാൻ ഈ പറയുന്നത്, നമ്മുടെ ഉള്ളിലുള്ള കൊച്ചു സാധ്യതകൾ പോലും ചില സമയത്ത് വലിയ കാര്യമായി സംഭവിക്കാം. അപ്പം എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കളോടും കുട്ടികളോടും, നമ്മളിലുള്ള ചെറിയ കാര്യങ്ങൾ, കുട്ടികളിലുള്ള ചെറിയ കാര്യങ്ങളെ വളർത്തുവാനുള്ള നിങ്ങളുടെ അധ്വാനം, പ്രോത്സാഹനം, എന്നിലുള്ള ചെറിയ കാര്യത്തെ വളർത്തുവാനുള്ള എൻ്റെ ശ്രമം കുട്ടികളോട്, ഇത് രണ്ടും ആവശ്യമാണ് ഒരു സമൂഹത്തെ പ്രകാശിപ്പിക്കുവാനായിട്ട്. വിദ്യാഭ്യാസം ഈ കൊച്ചു ക്ലാസ്സുകളിൽ നേടുമ്പോൾ അത് ഓരോ തലത്തിലും ഓരോ ക്ലാസ്സിലും കൂടുതൽ നമ്മൾ അറിവ് ആർജിച്ചുകൊണ്ട് നമ്മളിലുള്ള സാധ്യതകളെ കൂടുതൽ പ്രകടമാക്കിക്കൊണ്ട് വളർത്തിയെടുത്തുകൊണ്ട് വികസിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ഒരു തലത്തിലേക്ക് എത്തുവാൻ ഈ കൊച്ചു ക്ലാസ്സിൽ തുടങ്ങുന്ന വിദ്യാഭ്യാസം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുകയാണ്. ഇന്ന് ഈ പരിപാടിക്കായിട്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു, നിങ്ങളോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ പരിപാടിക്ക് ആയി കുട്ടികളെ ഒരുക്കിയ അധ്യാപകരെയും അതിന് ചാർജ് വഹിക്കുന്ന റീറ്റ സിസ്റ്ററെയും ഞാൻ അനുമോദിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി. Brightness and prosperity are the symbols of light. It's a positive force that removes darkness. Light is a divinity of life. It shows the right direction of life. With this holy thought, let's begin this evening by lighting the lamp. Now, I would like to invite our dignitaries on the dais. Reverend Sister Alfonsa, the principal of St. Joseph's Convent School, Calcutta. Reverend Sister Sujaya B.S., Education Coordinator. Reverend Sister Rita, KG in charge. Mr. Aju Matthew, PTA President, for lighting the lamp. And Kumari Devanath Anisht. Beloved parents, children, my dear colleagues, a warm evening to all of you. നമുക്കറിയാം, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേൾക്കാനൊന്നുമല്ല നിങ്ങളിവിടെ ഇരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഡാൻസ്, അങ്ങനെ മറ്റ് പ്രോഗ്രാമുകൾ കാണുവാനായിട്ട്, അത് നമ്മുടെ കുഞ്ഞു മക്കളുടെ പ്രോഗ്രാം കാണുവാനായിട്ട് കാത്തിരിക്കുന്ന കണ്ണുകളാണ് നമ്മളുടെ മുൻപിലുള്ളത്. അപ്പോൾ ഞാനും ഒരു ചെറിയ കഥ പറഞ്ഞ്
ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നിങ്ങളുടെ മുൻപിൽ ഒന്ന് അവതരിപ്പിക്കണമെന്നും എനിക്കും ഒരാഗ്രഹമുണ്ട്. ഒരിക്കൽ കവിത എന്ന ഒരു കുട്ടി അവളുടെ ജന്മദിനം ആഘോഷിക്കുവാനായി അച്ഛനോടൊപ്പം അച്ഛൻ്റെയും അമ്മയോടൊപ്പവും നടന്ന് നീങ്ങുമ്പോൾ അച്ഛൻ്റെ മനസ്സിലൊരാഗ്രഹം, ജന്മദിനമായിട്ട് മോൾക്ക് എന്ത് സമ്മാനമാണ് കൊടുക്കേണ്ടത് എന്ന്. അവനങ്ങനെ നടന്ന് നീങ്ങി കുട്ടിയോട് ചോദിച്ചു, മോൾക്ക് എന്താണ് ഇന്ന് വേണ്ടത്? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കൊരു ചോയ്സുമില്ല, അച്ഛൻ്റെയും അമ്മയുടെയും ചോയ്സാണ് എൻ്റെയും ചോയ്സ്. അവരങ്ങനെ നടന്നു നീങ്ങി ഒരു ഗിഫ്റ്റ് ഒക്കെ വിൽക്കുന്ന ഒരു കടയിൽ പ്രവേശിച്ചു. നല്ല നല്ല പൂക്കൾ, നല്ല നല്ല പക്ഷികൾ, നല്ല നല്ല ബട്ടർഫ്ലൈസ്, കാതിനും കണ്ണിന് വളരെ ഇമ്പമാർന്ന, വളരെ നല്ല നല്ല ഓർമ്മകൾ നൽകുന്ന നല്ല സുന്ദരമായ നിമിഷങ്ങളായിരുന്നത് അവൾക്ക്. വീണ്ടും അവളോട് ചോദിച്ചു, മോൾക്ക് ഈ കാണുന്ന ജീവനുള്ള ജീവനില്ലാത്ത കുറേ ഗിഫ്റ്റ്സാണ് നിൻ്റെ മുമ്പിലുള്ളത്. നിനക്ക് മോൾക്ക് ഈ ജീവനുള്ള അല്ലെങ്കിൽ ജീവനില്ലാത്തവയാണെങ്കിലും ജീവൻ ഉള്ളതുപോലെ തന്നെ തോന്നിപ്പിക്കുന്ന ഈ പക്ഷികളുടെയും ഈ ബട്ടർഫ്ലൈസിൻ്റെയും ഈ പൂക്കളുടെയും ചെറിയ ചെറിയ ഇൻസെക്ട്സ്, ബേർഡ്സ്, ഇവയ്ക്കൊക്കെ മുമ്പിൽ നിനക്ക് എന്താണ് വേണ്ടതെന്ന് വീണ്ടും അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ അവൾ ജീവനുള്ള കുറച്ച് ബട്ടർഫ്ലൈസിനെയാണ് അവൾ കാണിച്ചു കൊടുത്തത്. അവൾ പറഞ്ഞു, ജീവനുള്ള ബട്ടർഫ്ലൈസ് അവ ഒരു പൂന്തോട്ടത്തിലായിരിക്കുമ്പോൾ ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് നീങ്ങുമ്പോൾ അത് കാണുവാൻ വളരെ കണ്ണിന് നല്ല കുളിർമ നൽകുന്നതാണ്. അത് കണ്ടാലും നമ്മൾ മതിയാതെ നമ്മൾ നോക്കി നിന്ന് പോകും. നമ്മുടെ കണ്ണിന് അത്രമേൽ സന്തോഷം നൽകുന്ന, കാരണം പൂക്കൾക്ക് തന്നെ നല്ലൊരു കളറുണ്ട്, ബട്ടർഫ്ലൈസ് അതിലേറെ നല്ല കളറുകളുള്ള ഈ ബട്ടർഫ്ലൈസിനെയാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ ജീവനുള്ള ബട്ടർഫ്ലൈസിനെ ഞാൻ നമ്മുടെ സെൻറ്റ് ജോസഫ് സ്കൂളിലെ കുട്ടികളോട് താതാമ്യപ്പെടുത്തുകയാണ്. ഏകദേശം 1300ഓളം കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ KGയിലെ കുട്ടികളാണ് ശരിക്കും പറഞ്ഞാൽ പൂമ്പാറ്റകളെ പോലെ പാറി നടന്ന് ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും ഉണർവും ഉത്സാഹവും നൽകുന്ന മക്കളാണവർ. അവരെ കാണുമ്പോൾ നമ്മുടെ വിഷമങ്ങളൊക്കെ മാറുകയാണ്. KG മുതൽ UKG വരെയുള്ള ഏകദേശം 250 മേലെ കുട്ടികളുള്ള ഈ ക്ലാസ്സുകളിൽ കൂടി നീങ്ങുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ കിട്ടുന്ന ഒരു സന്തോഷം തീർച്ചയായും പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ചില കുട്ടികൾ നമ്മളെ കാണുമ്പോൾ ഓടി വരും, അവരുടെ ചുണ്ടുകൾ വിടർത്തി ചിരിച്ച് ഗുഡ് മോർണിംഗ് പറയുകയോ വിശേഷങ്ങൾ കേൾക്കുകയോ ചോദിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മളുടെ എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ മറന്നു പോവുകയാണ് ആ കുട്ടികളെ കാണുമ്പോൾ. ഈ കുട്ടികളുടെ ഓരോ ചലനവും, ഇപ്പോൾ നിങ്ങൾ അവരുടെ പ്രോഗ്രാം ഇവിടെ കാണാൻ പോവുകയാണ്. സിസ്റ്റർ പറഞ്ഞതുപോലെ അവരെല്ലാവരും ചിലപ്പോൾ ഒരേ രീതിയിലായിരിക്കില്ല അവരുടെ കൈകളുടെ നീക്കം, കാലുകളുടെ നീട്ടം, അവർ നോക്കുന്നത്, അവരുടെ ചിരി എല്ലാം ഒരേ സമയത്തായിരിക്കണമെന്നില്ല. എങ്കിലും അവർ ചെയ്യുന്നത് എന്താണെങ്കിലും അതിൽ ഒരു സന്തോഷമുണ്ട്. ഞാനൊരു എൻ്റെ ചെറുപ്പകാലത്ത് കണ്ട ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഓർക്കുകയാണ്. ഒരു നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടിയുടെ നഴ്സറി സ്കൂളിൻ്റെ ആനുവൽ ഡേക്ക് ഞാനും ചെറിയ ഒരു 4-ലോ 5-ലോ ഒക്കെ പഠിക്കുന്ന ഒരു പ്രായത്തിൽ കാണുവാനിടയായി. ഇടവകാതലത്തിലുള്ള ഒരു നഴ്സറി സ്കൂളിൻ്റെ വാർഷികമാണ്. ആ വാർഷികത്തിൻ്റെ സമയത്ത് ഒരു കുഞ്ഞിനോട് ഒരു കഥ പറയുവാനാണ് അവളുടെ ഉത്തരവാദിത്വം. അവൾ ആ കഥ പറയാൻ അവിടെ വന്ന് നിൽക്കുമ്പോൾ പറയുവാനുള്ള ഒരു ഭയം അവൾ മറന്നുപോയി. അല്ലെങ്കിൽ സമൂഹത്തെ കാണുമ്പോൾ, ഇന്നാണെങ്കിൽ നമ്മളിവിടെ ഇരിക്കുമ്പോൾ സ്റ്റേജിൽ
നമ്മുടെ മുൻപുള്ളവരെ എല്ലാവരും കാണാനും സാധിക്കില്ല. ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് അതാണ്. നിങ്ങൾ ആരൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് നമ്മൾ കാണത്തില്ല. അന്ന് അങ്ങനെ ഇരുന്നില്ല. നമ്മൾക്ക് സ്റ്റേജിൽ വരുമ്പോൾ നമ്മുടെ മുൻപിലിരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളെയോ നമ്മൾക്ക് പരിചയമുള്ള മുഖങ്ങൾ കണ്ടപ്പോൾ ഈ കുഞ്ഞെന്ത് സംഭവിച്ചു? അവൾക്ക് പറയുവാനുള്ളതെല്ലാം അവൾ മറന്നുപോയി. അവളുടെ ഡ്രസ്സെല്ലാം പൊക്കി ഇങ്ങനെ പിടിച്ച് തിരിഞ്ഞും മറിഞ്ഞൊന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി വിഷമങ്ങൾ, അവളുടെ എല്ലാ വിഷമവും അവിടെ അവതരിപ്പിച്ചു. അത് തന്നെ എല്ലാവരും കൈയടിക്കാൻ തോന്നി. കാരണം അതും അവർക്കൊരു സന്തോഷം നൽകിയ നിമിഷമാണ്. അതാണ് കുട്ടികൾ. അപ്പോൾ തീർച്ചയായിട്ടും ഈ കുട്ടികളുടെ മനസ്സ്, ബൈബിളിൽ പോലും പറയുന്നുണ്ട് യേശുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കുഞ്ഞുമക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ എന്നാണ് യേശു പറയുന്നത്. അപ്പോൾ ഈ കുഞ്ഞുമക്കളുടെ ഏറ്റവും ഇഷ്ടമുള്ള പേരൻസാണ് നിങ്ങളൊക്കെ ഒത്തിരി പ്രതീക്ഷയോടുകൂടി ഈ മക്കളെ ഈ സ്ഥാപനത്തിലേക്ക് വിട്ടിരിക്കുകയാണ്. നമ്മളാണെങ്കിലും അവരെ അതേപോലെ സ്നേഹിച്ച് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഞാൻ സിസ്റ്റർ റീറ്റയെ അതിനെ പ്രത്യേകിച്ച് അനുമോദിക്കുകയാണ്. സിസ്റ്ററും അതുപോലെ തന്നെ സിസ്റ്ററിൻ്റെ സ്റ്റാഫ് മെമ്പേഴ്സും അതുപോലെ അവരെ സഹായിക്കുന്ന ഹെൽപ്പേഴ്സുമൊക്കെ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് കുട്ടികളുടെ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടി. കൂടാതെ ഈ കിഡ്സ് ഫെസ്റ്റിന് വേണ്ടിയാണെങ്കിലും അവർ നല്ല രീതിയിൽ അധ്വാനിച്ചിട്ടുണ്ട്. നല്ലൊരു പ്രസൻറ്റേഷൻ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവും. കുട്ടികൾക്ക് മറ്റുള്ളൊരു ആനുവൽ ഡേ പോലെ തന്നെ ഇന്നൊരു ഉത്സവമായിട്ട്, ഏറ്റവും നല്ല സെലിബ്രേഷനായിട്ട്, ഏറ്റവും പ്രതീക്ഷയോടുകൂടി ആകാംക്ഷയോടുകൂടി ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് അവരിവിടെ അവതരിക്കാൻ പോകുന്ന അവരുടെ കൊച്ചു കൊച്ചു കലാപരിപാടികൾ കാണുവാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ അവർ ഒരുക്കിയ അധ്യാപകരെയും അതുപോലെ തന്നെ മറ്റ് ടീം മെമ്പേഴ്സിനെയും, കുട്ടികളെ ഈ പ്രോഗ്രാമിലേക്ക് ഒരുക്കിയ ഒരു ഡാൻസിൻ്റെ ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്, എല്ലാവരും ചെറിയ രീതിയിലും വലിയ രീതിയിലും ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷപ്രദമാക്കുവാനായിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈ നല്ല സമയത്ത് അനുമോദിക്കുകയാണ്. പ്രത്യേകിച്ച് പാരൻസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട്. നിങ്ങളുടെ സഹായത്തിനും സഹകരണത്തിനും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല. നിങ്ങളുടെ കുട്ടികളാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും സ്നേഹവും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ആനന്ദവും നൽകുന്ന മക്കൾ. അവരെയും ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നൽകുന്നു കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്ന കുട്ടികളെയും അതുപോലെ നിങ്ങളുടെയും എല്ലാവരുടെയും സഹകരണത്തിനും നമ്മുടെ ഒത്തൊരുമയുള്ള പ്രവർത്തനത്തിനും ദൈവം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 2024-25 കിഡ്സ് ഫെസ്റ്റ് ഓഫ് സെൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റ് സ്കൂൾ കൽപ്പറ്റ officially is declared as inaugurated. God bless you all. Thank you, Reverend Sister Alfonsa, for your kind words and valuable guidance. Your words motivate us all to work hard and achieve greater things. It is my pleasure to invite Sister Rita, our dedicated KG in charge, to present the report. Sister Rita has been a guiding force in supporting the little ones and ensuring that every step of their learning journey is filled with care and attention. Her constant dedication to the growth and development of our youngest learners has been truly remarkable. Welcome, dear Sister Rita, to present the annual report of KG section. Good evening to all. വാർഷിക റിപ്പോർട്ട് 2024-25. ലോകത്തെ മാറ്റിമറിക്കാൻ നിങ്ങളുടെ കൈവശമുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം എന്ന് നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് സെൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റ് സ്കൂളിലെ KG സെക്ഷൻ്റെ 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നു. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികൾക്കും വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും നല്ലവരായ നാട്ടുകാർക്കും സ്വാഗതം ആശംസിക്കുന്നു. വയനാട് ജില്ലയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വിദ്യാലയം നഴ്സറി സ്കൂളായി 1973 ആഗസ്റ്റ് 1 പ്രവർത്തനം ആരംഭിച്ചു. പരിമിതമായ സൗകര്യങ്ങളിൽ ആരംഭം കുറിച്ച ഈ നഴ്സറി സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും കർമ്മനിരതരായ അധ്യാപകരുടെയും പ്രവർത്തന മികവ് കൊണ്ട് തന്നെ
ഇന്ന് ജില്ലയിലെ അറിയപ്പെടുന്ന ഹൈസ്കൂളായി മാറിയിരിക്കുന്നു. മികച്ച രീതിയിലുള്ള പ്രവർത്തന പാരമ്പര്യമാണ് ഈ വളർച്ചയ്ക്ക് കാരണമെന്ന് നിസ്സംശയം പറയാം. 10 കുട്ടികളുമായി പ്രവർത്തനം ആരംഭിച്ച ഈ സ്കൂളിൽ ഇപ്പോൾ 48 അധ്യാപകരും 9 അനധ്യാപകരും 1300ഓളം വിദ്യാർത്ഥികളും പഠിക്കുന്നു എന്നത് അഭിമാനാർഹം. പ്രവർത്തന മികവും കാര്യക്ഷമതയും കൈമുതലാക്കി സ്കൂളിൻ്റെ യശസ്സുയർത്തി നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചു എന്നത് കൃതജ്ഞതയോടെ സ്മരിക്കുന്നു. ഈ കലാക്ഷേത്രത്തിൽ നഴ്സറി സ്കൂളിൽ 250 കുട്ടികൾ വിദ്യ അഭ്യസിക്കുന്നുണ്ട്. ഈ കുട്ടികളെ സമൂഹത്തിലെ ഏറ്റവും നല്ല വ്യക്തിയാക്കി മാറ്റുന്ന അധ്യാപകർ, അതാണ് ഒരു വിദ്യാലയത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയുടെ മുതൽക്കൂട്ട്. നമ്മുടെ വിദ്യാലയത്തിലെ നഴ്സറി വിഭാഗത്തിൽ 7 അധ്യാപകരും അവരെ വേണ്ട വിധം നയിക്കുകയും ആവശ്യമായ സമയത്ത് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി വരുന്ന സിസ്റ്റർ റീത്ത, എല്ലാ പ്രവർത്തന മേഖലകളിലും നിറസാന്നിധ്യമായി നിൽക്കുന്ന പ്രിൻസിപ്പൽ സിസ്റ്റർ അൽഫോൻസ, സ്കൂളിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന PTA അംഗങ്ങൾ എന്നിവരുടെ വളരെ ആത്മാർത്ഥമായ സേവനങ്ങളിലൂടെ നമ്മുടെ നഴ്സറി വിഭാഗം ഏറ്റവും ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുന്നു. ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടികളെയും കിഡ്സ് ഫെസ്റ്റിലൂടെ പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. വളർന്നു വരുന്ന ഓരോ കുരുന്നുകളിലും ആത്മധൈര്യം വർദ്ധിപ്പിക്കുന്നതിനും കലാപരമായ നൈപുണികൾ വളർത്തിയെടുക്കുന്നതിലും ഈ ഫെസ്റ്റിലൂടെ സാധിക്കുന്നുണ്ട്. ഈ കുരുന്നുകുട്ടികൾ ഈ നാടിന് തന്നെ അഭിമാനമാകട്ടെ. പുതുമയുടെ വർണ്ണങ്ങൾ ചാലിച്ചുകൊണ്ട് ജൂൺ 3-ന് UKG ക്ലാസ്സുകളും ജൂൺ 10-ന് LKG ക്ലാസ്സുകളും ആരംഭിച്ചു. പുത്തനുടുപ്പും പുസ്തകങ്ങളുമായി വളരെ ആകാംക്ഷയോടെ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന കുരുന്നുകൾക്കും മാതാപിതാക്കൾക്കും വർണ്ണശബളമായ വരവേൽപ്പാണ് അധ്യാപകരും PTAയും ചേർന്ന് നൽകിയത്. ബലൂണും മധുരവും നൽകി നവാഗതരെ സ്വാഗതം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ അൽഫോൻസ, സിസ്റ്റർ റീത്ത എന്നിവർ സംസാരിച്ചു. അന്നേ ദിവസം തന്നെ രക്ഷാകർതൃ യോഗവും നടത്തി. PKG, LKG, UKG ക്ലാസ്സുകളിൽ നിന്ന് 2 പേരെ വീതം പ്രതിനിധികളായി തിരഞ്ഞെടുക്കുകയും LKGയിൽ നിന്ന് മിസ്റ്റർ പ്രജിത്തിനെയും UKGയിൽ നിന്ന് മിസ്റ്റർ സനൽകുമാറിനെയും PTA എക്സിക്യൂട്ടീവിലേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യദിനത്തിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുകയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മരണാർത്ഥം ആഗസ്റ്റ് 15-ന് പതാക ഉയർത്തുകയും മധുരം പങ്കുവെക്കുകയും ചെയ്തു. കേരളീയരുടെ ഉത്സവമായ ഓണം സെപ്റ്റംബർ 12-ന് ആഘോഷിച്ചു. ഓണപ്പൂക്കളം ഒരുക്കുകയും ഓണപ്പാട്ട് പാടുകയും ഓണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. സിസ്റ്റർ പ്രിൻസിപ്പൽ സിസ്റ്റർ അൽഫോൻസയും മിസ്സിസ് ഫിലോമിനയും ഓണത്തെക്കുറിച്ച് സംസാരിച്ചു. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. അറിവിൻ്റെ വെളിച്ചം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകർക്കുള്ള സ്നേഹ സമ്മാനങ്ങളും ആശംസകളുമായാണ് അന്നേ ദിവസം കുട്ടികൾ വിദ്യാലയത്തിലെത്തിയത്. കുട്ടികൾ അധ്യാപകർക്കായി വിവിധ ഇനം കലാപരിപാടികൾ സംഘടിപ്പിക്കുകയും അധ്യാപകരെ ആദരിക്കുകയും ചെയ്തു. സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ എല്ലാ അധ്യാപകർക്കും സ്നേഹോപകാരവും നൽകി. നവംബർ 1 കേരളപ്പിറവി ദിനം. അന്നേ ദിവസം കുഞ്ഞുമക്കൾ കേരളീയ വേഷമണിഞ്ഞു വരികയും വിവിധ ഇനം പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. നവംബർ 14 ശിശുദിനമായി ആഘോഷിച്ചു. അന്നേ ദിവസം കുട്ടികൾ ചാച്ചാജിയുടെ വേഷമണിഞ്ഞ് സ്കൂൾ അങ്കണം ധന്യമാക്കുകയും അധ്യാപകർ കുട്ടികൾക്കായി കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. കുട്ടികളുടെ ശരിയായ വികസനം സാധ്യമാകുന്നത് അറിവ് നേടുന്നതിൽ മാത്രമല്ല, അവരുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിലൂടെയുമാണ്. ഒരു കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയിൽ കലകൾക്കുള്ള പങ്ക് സുപ്രധാനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ
ഡിസംബർ 7, 8 തീയതികളിൽ ബാലകലാമേള നടത്തുകയുണ്ടായി. കായിക പരിശീലനങ്ങളും നല്ല ആരോഗ്യശീലങ്ങളും ജീവിതത്തിലെ അവിഭാജ്യ ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കായിക വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നു. ഇതിൻ്റെ ഭാഗമായി ഫെബ്രുവരി 1 വീക്കിൽ നഴ്സറി വിഭാഗത്തിൻ്റെ സ്പോർട്സ് ഡേ നടത്തുന്നതായിരിക്കും. ചൂരൽമല ഉരുളുപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു കൈത്താങ് എന്ന ലക്ഷ്യത്തോടെ കുട്ടികളിൽ നിന്ന് സംഭാവന കളക്ട് ചെയ്യുകയും അതുപോലെ തന്നെ വിദ്യാലയത്തിലെ ഒരു കുട്ടിക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായി സഹപാഠിക്കൊരു കൈത്താങ് എന്ന പദ്ധതിയിൽ കുട്ടികളിൽ നിന്ന് സംഭാവന സ്വീകരിക്കുകയും കുട്ടികളിൽ സഹജീവി സ്നേഹം, സഹകരണം, പങ്കുവെക്കൽ എന്നീ നല്ല ശീലങ്ങൾ വളർത്തുന്നതിനും കുടുംബത്തെ സഹായിക്കുന്നതിനും നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചു. ക്രിസ്തുമസ് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശം ഉണർത്തുന്ന പുണ്യദിനം. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ഡിസംബർ 20 ക്രിസ്മസ് ആഘോഷം വളരെ വിപുലമായി നടത്തി. എല്ലാ അധ്യാപകരും ഒരേ നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞ് പുൽക്കൂടും കരോൾ ഗാനവും പാട്ടും ഡാൻസും സ്കിറ്റുമായി ക്രിസ്മസ് ആഘോഷം എല്ലാവരുടെയും മനസ്സ് കവർന്നു. അന്നേ ദിവസം കുട്ടികൾക്ക് സന്ദേശം നൽകുന്നതിനായി റവറൻഡ് ഫാദർ വിൻസെൻ്റ് പുളിക്കൽ എത്തിയിരുന്നു. ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തോടെ നഴ്സറി വിഭാഗത്തിൽ ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായി ക്രമീകരിച്ചിരിക്കുന്നു. എല്ലാ ബുധനാഴ്ചയും ഓരോ ക്ലാസിൻ്റെ നേതൃത്വത്തിൽ ഓരോ വിഷയത്തെ ആസ്പദമാക്കി അസംബ്ലി നടത്തുന്നു. അന്നേ ദിവസം ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങളും പ്ലാക്കാർഡും പുതിയ പാട്ടുകളുമൊക്കെയായി കുട്ടികളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങൾ നൽകി വരുന്നു. കൂടാതെ കായിക അധ്യാപകയുടെ നേതൃത്വത്തിൽ എക്സസൈസ്, ഡ്രിൽ, പ്രാക്ടീസ് നൽകി വരികയും ചെയ്യുന്നു. ഒരു കുട്ടിയെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കി അവർക്ക് വിദ്യ അഭ്യസിക്കുമ്പോഴാണ് നല്ല അധ്യാപകനാകുന്നത്. അതിൻ്റെ ഭാഗമായി നഴ്സറി വിഭാഗത്തിലെ അധ്യാപകർ കുട്ടികളുടെ വീട് സന്ദർശിച്ചു വരികയും അവരുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കുകയും അവരുമായി കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു. കുട്ടികളുടെ പഠന നിലവാരത്തെ തിരിച്ചറിയാൻ, വിലയിരുത്തുവാൻ ഏറ്റവും കൃത്യതയോടെ വർഷത്തിൽ 2 തവണ കുട്ടികൾക്കായി പരീക്ഷകൾ നടത്തി വരുന്നു. വിദ്യാഭ്യാസത്തിന് മാത്രമല്ല കലകൾക്കും കായിക പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുന്നതിനോടൊപ്പം വിനോദത്തിനും അവസരം നൽകുന്നു. കുട്ടികളുടെ ഒഴിവു സമയങ്ങൾ കൂടുതൽ രസകരമാക്കാൻ പാർക്ക് സൗകര്യവും ശാരീരിക മാനസിക സന്തോഷത്തിനായി സ്റ്റഡി ടൂർ ജനുവരി ലാസ്റ്റ് വീക്കിൽ നടത്തുന്നതായിരിക്കും. കുട്ടികളുടെ പഠന നിലവാരത്തെക്കുറിച്ചും അധ്യാപന രീതിയെക്കുറിച്ചുമുള്ള സംശയങ്ങളും നിർദ്ദേശങ്ങളും അധ്യാപകരുമായി ചർച്ച ചെയ്യുന്നതിനായി ക്ലാസ് അടിസ്ഥാനത്തിൽ മീറ്റിംഗ് സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. പഠനം ഏറ്റവും മികച്ചതും നൂതനവുമായ രീതിയിലായിരിക്കണം എന്ന ലക്ഷ്യത്തോടെ ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ഒരുക്കിയിരിക്കുന്നു. കുട്ടികളിൽ കൂടുതൽ താല്പര്യം ഉണർത്തുന്നതിനായി വീഡിയോകളും ഓഡിയോകളും പോലുള്ള ഡിജിറ്റൽ അധ്യാപന രീതി കൊണ്ടുവരികയും അവരെ പഠനത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുകയും ചെയ്യുന്നു. അധ്യാപക പരിശീലന പരിപാടികൾ അധ്യാപകരെ മാത്രമല്ല വിദ്യാർത്ഥികളെയും സ്വാധീനിക്കുന്നു. വിദ്യാർത്ഥികളെ ഏറ്റവും മികച്ച രീതിയിൽ പഠിപ്പിക്കാനും ഇത്തരം പരിപാടികൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി 15/6/2024 19/10/2024 മീനങ്ങാടി സെൻറ് ആൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചും 10/1/25 നമ്മുടെ സ്കൂളിൽ വെച്ചും നടന്ന കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം എല്ലാ അധ്യാപകരും പങ്കെടുത്തു. തലമുറകളായി അറിവിൻ്റെ പ്രകാശം ചൊരിഞ്ഞ് സൂര്യ തേജസ്സോടെ വിളങ്ങി നിൽക്കുന്ന നമ്മുടെ വിദ്യാക്ഷേത്രം 51ാം വർഷത്തിലും അതിൻ്റെ പ്രയാണം അനുസ്യൂതം തുടരുകയാണ്. ഇപ്പോഴത്തെ സാരഥിയായ പ്രിൻസിപ്പൽ സിസ്റ്റർ അൽഫോൻസയുടെയും ഹെഡ് മിസ്റ്റർ സിസ്റ്റർ റീത്തയുടെയും സഹപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ മികച്ച രീതിയിൽ ജൈത്രയാത്ര തുടരുന്ന
സെൻറ്റ് ജോസഫ് വിദ്യാലയത്തിന് കരുത്തുറ്റ PTA-യും സ്വന്തമാണ്. വിദ്യാലയത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനും പുരോഗതിക്കും വേണ്ടി കൂട്ടായി പ്രവർത്തിക്കുന്ന എല്ലാ രക്ഷിതാക്കളെയും അധ്യാപകരെയും മാനേജ്മെൻറ്റിനെയും അനധ്യാപകരെയും നല്ലവരായ നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. തുടർന്നും എല്ലാവിധ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടും എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് എല്ലാവരുടെയും അറിവിലേക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു. Thank you, Sister Rita, for the detailed and insightful report. I am honored to invite Mr. Raju Matthew, our respected PTA President, to deliver the felicitation speech for today's event. Mr. Raju Matthew has been a strong pillar of support for our school, working closely with both parents and teachers to create a positive and enriching environment for our students. His dedication to the growth and success of our school community has been truly commendable. Let's warmly welcome Mr. Raju Matthew to the podium. ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷ റവറൻ സിസ്റ്റർ സുജയ്യ, ഉദ്ഘാടക റവറൻ സിസ്റ്റർ അൽഫോൻസ, നമുക്ക് സ്വാഗതം അർപ്പിച്ച സൗമ്യ ടീച്ചർ, റിപ്പോർട്ട് അവതരിപ്പിച്ച സിസ്റ്റർ റീത്ത, നന്ദി അർപ്പിക്കുവാൻ നിയുക്തയായിരിക്കുന്ന ഫിലോമിന ടീച്ചർ, മറ്റ് ടീച്ചേഴ്സ്, സ്റ്റാഫ് അംഗങ്ങളെ, ഇവിടെ എത്തിച്ചേർന്നുള്ള മാതാപിതാക്കളെ, മറ്റ് വ്യക്തിത്വങ്ങളെ, നിങ്ങൾക്കേവർക്കും എൻ്റെ നമസ്കാരം. ഒരു തപസ് പോലെ വിദ്യയോടുള്ള ബഹുമാനത്തോടെ തങ്ങളുടെ പഠന കാലഘട്ടം ഈ കുരുന്നുകൾ ഇവിടെ സെൻറ്റ് ജോസഫിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാവരുടെയും മുൻപിൽ എല്ലാവരുമൊത്ത് കൂട്ടുകാരുമൊത്ത് ആഹ്ലാദിക്കുവാനും ആഘോഷിക്കുവാനും ഇതുപോലെയുള്ള ചുരുക്കം ചില അവസരങ്ങളാണ് ലഭിക്കുക. അവർ ആടിയും പാടിയും ചാടിയുമൊക്കെ കളിക്കട്ടെ, സന്തോഷിക്കട്ടെ, നമുക്കവരെ പ്രോത്സാഹിപ്പിക്കാം. നമ്മുടെ ഈ കുട്ടികൾ എന്ന് പറയുന്നത് അറിവിൻ്റെയും നിഷ്കളങ്കതയുടെയും ചെറിയ ചെറിയ കുറുമ്പുകളുടെയും കുസൃതിയുടെയും ആകത്തുകയാണ്. ഈ കുരുന്നുകൾ നമ്മുടെ വീടുകളിലുള്ളപ്പോൾ അവരുടെ കുസൃതിയും കുറുമ്പിൻ്റെയും ഒക്കെ പേരിൽ ദേഷ്യം പിടിക്കാത്ത മാതാപിതാക്കൾ വളരെ ചുരുക്കമാണ്. ഇന്നത്തെ ഈ തലമുറകളിൽ ഇന്ന് 1 2 മാക്സിമം 3 കുട്ടികളാണ് നിലവിൽ ഉള്ളത്. ഇത്രയും കുട്ടികളെ, ഈ 2 3 കുട്ടികളെ മാനേജ് ചെയ്യുവാൻ മാതാപിതാക്കളായ നമ്മൾ പാടുപെടുമ്പോൾ ഇത്രയും കുട്ടികളെ ഒരുമിച്ച് ചേർത്ത് മനസ്സിലാക്കി അവരുടെ വഴക്കും കാര്യങ്ങളുമെല്ലാം സ്നേഹത്തോടെ പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ ഈ കിഡ്സ് ക്ലാസ്സിലെ കുട്ടികളിലെ അധ്യാപകർക്ക് നമുക്ക് നല്ലൊരു കയ്യടി സമർപ്പിക്കാം. നമ്മുടെ ഈ കുട്ടികളുടെ വിവിധങ്ങളായ കഴിവുകളെ കണ്ടെത്തി പരിശീലിപ്പിച്ചുകൊണ്ട് അവരുടെ അധ്യാപകർ അവരെ മുന്നോട്ട് നയിക്കുകയാണ്. അവരുടെ സഹനശക്തിയും ക്ഷമയും ഒക്കെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അതുകൊണ്ട് ഈ പകൽ മുഴുവൻ കാത്തു പരിപാലിച്ച് അവരെ സംരക്ഷിച്ചു പോരുന്ന അധ്യാപകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത് അവൻ്റെ വിദ്യാഭ്യാസ സ്കൂൾ ജീവിത കാലഘട്ടമാണ്. കുട്ടികളുടെ കായികവും മാനസികവും ബൗദ്ധികവുമായ അറിവുകൾ, കഴിവുകൾ, നല്ല ശീലങ്ങൾ ഇവയെല്ലാം വികസിപ്പിച്ചെടുക്കുന്നതും ഈ അധ്യാപകരാണ്. നമ്മളിൽ പലർക്കും കുട്ടികളിൽ കണ്ടെത്താനാകാത്ത പല വിധത്തിലുള്ള കഴിവുകളും കണ്ടെത്തി മാതാപിതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതും ഈ അധ്യാപകർ തന്നെയാണ്. ഈ കഴിവുകളെല്ലാം പറഞ്ഞു കൊടുത്തും പരിശീലിപ്പിച്ചും ഭാവിയിലേക്കുള്ള ഒരു നല്ല വ്യക്തിയെ വാർത്തെടുക്കുക, ഓരോ കുട്ടിയെയും രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് ഈ അധ്യാപകരുടെ കടമയായി അവർ നിറവേറ്റുകയാണ്. സ്നേഹമുള്ളവർ, അടുത്ത വർഷം നമ്മൾ നമ്മുടെ സെൻറ്റ് ജോസഫിൽ +1 ആരംഭിക്കുകയാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ സ്കൂൾ അനുദിനം ഇങ്ങനെ പ്രശോഭിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സ്കൂളിൻ്റെ മുന്നോട്ടുള്ള എല്ലാ പ്രയാണത്തിനും, എല്ലാ യാത്രയ്ക്കും, പ്രവർത്തനങ്ങൾക്കും മാനേജ്മെൻറ്റിൻ്റെയും ഭാഗത്തു നിന്നും രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നും
ഒരുപാട് നല്ല സപ്പോർട്ടുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Now it's time to add more cheer to this event. Kumari Devna Danesh from UKG will now felicitate our guest with a small token of appreciation. Let's all give her a big round of applause. Dignitaries on the dais, dear parents, teachers, and all my dear friends, we, the students of KG section, are very much excited today. Kids Fest is our day to flaunt our talents before you. The day gives a glimpse of the colorful life we have in our school. This day is a tribute to all our dear teachers and parents who inspire us. We practice it for many days. Then here we are before you. I request all of you to enjoy our program. Let's begin. Thank you, little one, for the warm gesture. It's always so refreshing to our young ones participating so enthusiastically. Finally, to bring this session to a close, I invite Mrs. Philomena Mini to deliver the vote of thanks. Good evening, everyone. It is my pride and privileges to deliver the vote of thanks on these memorable occasions. Reverend Sister Sujia, BS Educational Coordinator, Reverend Sister Alphonse, BS, the Principal, Reverend Sister Rita George, KG in charge, Mr. Ajju Matthew, PTA President, Kumari Devna Dinesh, Students Representative of KG Section, Ms. Saumisri, Teacher of KG Section, dear parents, teachers and children. First and foremost, I would like to express my sincere gratitude to Reverend Sister Sujaya BS, Educational Coordinator, for gracing this event and delivering such an insightful and inspiring address. The depth of your thought and the clarity of your visions have undoubtedly left an indelible makes all of us. Thank you, Sister. Now I would like to express our deepest appreciation to Reverend Sister Alphonse B.S., the Principal. Your hard work, dedication, and excellence serve as an inspiration to all of us. Thank you, Sister. On behalf of everyone presented here, I extended my heartfelt gratitude to Reverend Sister Rita George, KG in charge, for thorough insightful reading of the annual report. The detailed presentations has highlighted the achievement and milestones and providing us with clear understanding of changes faced and opportunities that lay ahead. Thank you, Sister. A heartfelt gratitude goes to Mr. Ajju Matthew, the PTA President, and Devna Dinesh. Your words have left a lasting impressions all of us. I would like to express my sincere gratitude to Ms. Saumisri for setting the tone of this event with thoughtful words. Your words welcome us truly made everyone feel valued and appreciated. Thank you, ma'am. A special thanks to our beloved parents, teachers, non-teaching staff, and the talented students. Your hard work, creativity, and enthusiasm is evident in every act, leaving us a proud and inspired. Your meticulous planning and flawless executions have ensured the success of this event. Thank you all once again, and I wish you a joyful evening. Thank you, Mrs. Philomena Mini, for your thoughtful vote of thanks. And with that, we officially kick off the Kids First celebrations. We hope all of you enjoy the day and participate wholeheartedly in the various events. Let's make this day a memorable one for everyone. Thank you all once again for being here. Let the festivity begin. Have a great day ahead. Enjoy the fest. Arushi N, Shanvika Jijesh,
Nidara Arjun, Shanvi Krishna M, Aradhya CS, Ira E, Ira Ansanal, Nidara Sen, Nidara A, Margarita Tudu, Nia Shafiq, and Adiv Krishna LKG. സെന്റ് ജോസഫ് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൽപ്പറ്റ കിഡ്സ് ഫെസ്റ്റ 2K25 ഏവർക്കും സ്വാഗതം. പൂന്തോട്ടത്തിൽ വളരുന്ന കുഞ്ഞു പൂക്കളാണ് നമ്മുടെ ഓരോ കുട്ടികളും. അവരുടെ നിഷ്കളങ്കമായ ചിരിമതി ഏവരുടെയും മനസ്സ് കീഴടക്കാൻ. വർണ്ണശബളമായ ഈ ആഘോഷരാവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പുതുവർഷം പുതിയ തുടക്കത്തിന്റെയും പുതിയ മാറ്റത്തിന്റെയും ഒപ്പം പുതിയ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കുന്നതിന്റെയും കാലമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തെ ഒരു പുസ്തകത്തോട് ചേർത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതമാകുന്ന പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങളാണ്. ഓരോ വർഷവും നമ്മുടെ ഇന്നലകൾ ചരിത്രമായി മാറി. നാളെക്കുറിച്ച് സ്വപ്നം കണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് നന്മ ചെയ്തുകൊണ്ട് വിശുദ്ധമായിട്ടൊരു ജീവിതം നയിക്കുവാനുള്ള വിളിയാണ് പുതുവർഷം. ഓരോ വർഷവും ചില ഓർമ്മപ്പെടുത്തലുകളാണ്. ഇന്നലെ വരെ നമ്മുടെ ജീവിതത്തിൽ കാരുണ്യവാനായ ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാനും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും മാപ്പപേക്ഷിക്കുവാനുള്ള ഒരു വേദി കൂടിയാണിത്. പുതുവർഷത്തിലേക്ക് കൂടിച്ചേരുമ്പോൾ ഒന്നു മാത്രം ഓർക്കുക, ഒരു പുഞ്ചിരി ചുണ്ടിൽ കരുതുക. അമ്പി
LKGയിലെ കുരുന്നുകൾ മീനാക്ഷി പത്മ, അസ NK, വാമിക വൈദേഹി, ശ്രീനന്ദന AS, ഹൈസ മെഹ്വിഷ് P, ഇലാന ഐറിൻ P, അമയ KH, ഭവിക നിയ, നീലാംബരി KR, അയതി PS, നുഹ ഐസാൽ, ഐഷ സഹീൻ, ആത്മിക KS, സായി കല്യാണി V, അദ്വൈക സന്ദീപ്, ഇവാനിക വിനു. നമ്മൾ ആത്മാർത്ഥമായി ഒന്നിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അതായിരിക്കും നമ്മുടെ ചിന്തകളിലും ഓർമ്മകളിലും നിറഞ്ഞു നിൽക്കുന്നത്. ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടുന്ന സ്നേഹം യുഗങ്ങൾ കഴിഞ്ഞാലും അതിൻ്റെ തീവ്രത കൂടുകയല്ലാതെ കുറയുകയില്ല. അഗാധമായി നാം സ്നേഹിക്കുന്നതെന്തും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. എന്നും ഉദിക്കാറുള്ള സൂര്യൻ ഒരു ദിവസം ഉദിച്ചില്ലെങ്കിൽ അന്ന് ലോകം മുഴുവൻ ഇരുട്ടിലാവും. അതുപോലെയാണ് സ്നേഹവും. സ്നേഹം അത് പകർന്നു നൽകാം. നമ്മുടെ കുട്ടികളുടെ പിഞ്ചു മനസ്സുപോലെ നിഷ്കളങ്കമായ സ്നേഹം. നമ്മളെ വെറുക്കുന്നവരെ നമ്മൾ ഒരിക്കലും വെറുക്കരുത്. അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. കാരണം നമ്മൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് അവരായിരിക്കും. നമുക്ക് സ്നേഹിക്കാം, ഒരു മറയില്ലാതെ. Pon unos brazos para calentar y dar. Tanto viajar y al fin a descansar. Tanto de andar y al fin a nuestro hogar. Tanto viajar y al fin a descansar. Tanto de andar y al fin a nuestro hogar. വാനം തിളതിളക്കണ ഭൂമി പരപരക്കണ ലോകം അതിരലിയണ കാലമിത്. ദൂരം അരികരികിൽ വേഗം ചിറകടിയിൽ മാറി തിരക്കിൽ ഗതിവിഗതി. Ahora grito mi tierra ya que hermosa nuestros pies. Viva mi tequila que me tiene hasta el embriaguez. Tráeme mis guaraches también tu sal y mi piel. Ponle una vida a tus pies y no a tu ser. വാനം തിളതിളക്കണ ഭൂമി പരപരക്കണ ലോകം അതിരലിയണ കാലമിത്. ദൂരം അരികരികിൽ വേഗം ചിറകടിയിൽ മാറി തിരക്കിൽ ഗതിവിഗതി. ഇരുൾ വഴിക്ക് നില വെളിച്ചം, കടലിൽ കിനാച്ചുഴി തിര ഇളക്കം. കനൽ വഴിക്ക് മണൽ തിളക്കം, നിറയും വനാന്തരം മഴ മുഴക്കം. അന്തിവയിൽ ചെങ്കൊടിക്ക് മീതെ വന്നിരിക്കൂ ചെമ്പരുന്തിനി എന്നെന്നും. സുന്ദരമീ ലോകം കണ്ടു പറക്കൂ, അന്തമില്ല ഏറും മറപ്പുമില്ല. വാനം തിളതിളക്കണ ഭൂമി പരപരക്കണ ലോകം അതിരലിയണ കാലമിത്. ദൂരം അരികരികിൽ വേഗം ചിറകടിയിൽ മാറി തിരക്കിൽ ഗതിവിഗതി. അതിർമായല്ലേ പറക്കില്ലേ സഞ്ചാരി തുമ്പി, ഭൂമിന്നോരമ്മാനക്കായി പന്താടും നെല്ലിക്ക. ചുറ്റി വരാം തൊട്ട് ചെമ്മാനത്തോപ്പ്, എത്തിടുമേ അക്കം പക്കം എൻ കൂട്ടിൽ പൊൻകൂട്ടിൽ.
Next, here we have our LKG kids with a partner dance. Sarah Olive, Nadania Rose Jindo, Isra Mahak, Mahalakshmi, Sriya Krishna, Afia Inza, Azel Mariam, Avani A, Krizan Maria Jobin, Naisargi, Sriga Relish, Nila Kalyani, Zara Mariam, Sanvi Sajid, Isa Maria Tangachan. ഭൂപ്രകൃതി കൊണ്ടും കാലാവസ്ഥ കൊണ്ടും ഐശ്വര്യം തിളങ്ങുന്ന നാടാണ് കേരളം. കാവുകളും നീർത്തടങ്ങളും കുന്നുകളും നിറഞ്ഞ സുന്ദരമായ നാട്. ഈ നാടും നമ്മുടെ പ്രകൃതിയും എത്ര മനോഹരമാണ്. മരത്തിന്റെ ചില്ലയിലിരിക്കുന്ന പക്ഷി ഒരിക്കലും ആലോചിക്കുന്നില്ല താനിരിക്കുന്നത് ഉണങ്ങിയ ചില്ലയിലാണോ പച്ചപ്പുള്ള ചില്ലയിലാണോ എന്ന്. കൊമ്പൊടിയുമോ എന്നുള്ള പേടിയൊന്നും ആ പക്ഷിക്കുണ്ടാവില്ല. കാരണം അതാശ്രയിക്കുന്നത് താനിരിക്കുന്ന കൊമ്പിനെയല്ല, സ്വന്തം ചിറകിനെയാണ്. പക്ഷികളാകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശക്തി പകരുന്ന ചിറകുകളാണ് വിദ്യാലയം. ഓരോ കുരുന്നുകൾക്കും ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ സാധിക്കട്ടെ. दिल धड़क है ये मोहब्बत उड़ता चार बेहिसाब तू, दिल धड़क है ये मोहब्बत उड़ता चार बेहिसाब तू. तेरा प्यार है सवाल भी उसका दे दे खुद जवाब तू. लेकिन किंतु परंतु बंधु लेकिन किंतु परंतु बंधु सामने वो आती है, दिल में धड़कन मुंह में ज़बां और सांसें रुक जाती हैं. कभी 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 मैं यूं ही सोचता हूँ, कभी 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 मैं यूं ही सोचता हूँ. हेलो हाय हाउ आर यू से आगे कभी बढ़ सकता हूँ. उड़ती जुल्फे होठ शबनमी, हाँ उड़ती जुल्फे होठ शबनमी. रातें वो प्यार की मिल जाएगी तेरी मोहब्बत आ सिखा दो आशिकी. एक तरफ खुदा मिले और एक तरफ मिले सनम, एक तरफ खुदा मिले और एक तरफ मिले सनम. सॉरी खुदा बोल के बस मांग लूंगा मैं सनम. सपने आंसू यादें वादे और सपने आंसू यादें वादे. चाहत की दास्तां प्रेम नगर की प्रेम डगर का बड़ा कठिन रास्ता. Do you want a partner? Oh, partner, do you want a partner? Love me, say. നമ്മുടെ കണ്ണുകൾക്ക് കുളിർമ നൽകിയ കുഞ്ഞുമക്കൾക്ക് നമുക്ക് നൽകാം നല്ലൊരു കൈയ്യടി.
Calling of superheroes, it's time to show off your super dance powers. Here we have the children of LKG with a delightful performance. Aryan Madhav, Adidev Logesh, Adam Aisin PM, Madhav A, Aisin Muhammad K, Devik Dharpan, Lakshit, Hanvika N, Hanvika Ramesh, Agnes Maria, Anne Maria A, Agneya Vishnu, Advid Suhesh. പ്രകൃതിയുടെ വരദാനമാണ് മഴ. പടിഞ്ഞാറൻ മാനത്തു കാർമേഘങ്ങൾ ഇരുണ്ടുകൂടുമ്പോൾ ഭൂമിക്ക് ആകെ ഒരു ദുഃഖഭാവം. നിറകൊണ്ട വേനലിൻ്റെ നെറുകയിൽ നിന്നാണ് മഴ വരുന്നത്. മഴ എന്നത് ഒരു പ്രത്യേക വികാരമാണ്. സന്തോഷവും സങ്കടവും ദേഷ്യവും വിഷമവും ഉണർവും ഉറക്കവും സ്നേഹവും മഴയുടെ ശക്തിയും ഇരുണ്ടും മൂടിയ കോപത്തോടെ നിൽക്കുന്ന കാർമേഘങ്ങളുടെ ഇടയിലൂടെ കടന്നുവരുന്ന ഇടിയുടെ ശബ്ദവും മിന്നലിൻ്റെ ഒളിച്ചു കളിക്കുന്ന വെളിച്ചവും കണ്ടും കേട്ടും ആസ്വദിക്കുവാനും ഇളം കാറ്റിൽ പച്ചമരങ്ങളുടെ തളിർത്ത ഇലകൾ സന്തോഷത്തോടെ ആർത്തുല്ലസിക്കുന്നതിൻ്റെ ഭംഗി എത്ര കണ്ടാലും മതി വരില്ല. Thank you, children. Your right hands was a vibrant celebration of nature and joy. ആരവങ്ങളുടെ നൃത്തച്ചുവടുകളുമായി നിങ്ങൾക്ക് മുൻപിലിതാ LKG-യിലെ കുരുന്നുകൾ. വേദിയിൽ അദീൻ ഇഷാൻ,
Advait C, Eric Matthew, David John, Savios Karya Paul, Dev Krishna R. Nair, Madhav M, Aiden Manu Matthew, Ayan Arjun, Wahin Anish, Muhammad Hazin, Kens Lahiz, Advait Shanoj, Zamil Danish, Yemin Zaidan. ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായ പ്രദേശങ്ങളിലൊന്നാണ് ഗോത്രമേഖല. ഈ മേഖലയിലെ ജനങ്ങൾ പരമ്പരാഗതമായി വനത്തിൽ നിന്നും വേട്ടയാടിയാണ് ഭക്ഷണം ശേഖരിക്കുന്നത്. ചരിത്രപരമായി ഭൂരിഭാഗം ഗോത്രങ്ങളുടെയും ഉപജീവനം കൃഷിയോ വേട്ടയാടലോ ശേഖരിക്കലോ ആയിരുന്നു. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നവരാണ് ഈ ഗോത്രവർഗക്കാർ. 6 പതിറ്റാണ്ടുകളായി പ്രത്യേക പരിഗണന നൽകിയിട്ടും ഇന്നും ഗോത്രവർഗക്കാർ ഇന്ത്യൻ സമൂഹത്തിൽ ഏറ്റവും പോഷകാഹാരക്കുറവുള്ളവരായി തുടരുന്നു. காலத்தை எண்ணிக்கை பார்க்கக்கூடியாவே ஆதித்தில் சுடர் வெள்ளம் அணையாமல் காத்தல் குடி தீமென்று தீத்தின்று தீக்காடாய் வாழும் குடி வா இரு தோள் எடுத்து வா குருவாள் எடுத்து வா ஒரு சூளுரைத்து வா 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 இரு தோள் எடுத்து வா குருவாள் எடுத்து வா ஒரு சூளுரைத்து வா 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 குருவாள் எடுத்து வா ஒரு சூளுரைத்து வா 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 இரு தோள் எடுத்து வா குருவாள் எடுத்து வா ஒரு சூளுரைத்து வா 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 Thank you, children. Your bike dance performance was electrifying. The stage is set for a lovely and energetic banana dance that will have you smiling, clapping, and dancing along. Aryadya Arun, Aditi Aran, Ashmika AJ, Swara Sravan, Rudra Ashwin,
Silona Maria Binson, Nila Rose Aju, Rania Mariam C, Lydia Anna Lijin, Netra Ram, Ritika Dinu, Nora Cecil, June Mary Joseph, Naiha Sakin, Aisha Zena, Nessa Rose, Advaid, Aisha Manal MV. ക്ലാസ് റൂമിലെ ഓരോ ഡെസ്കിലും ഉണ്ടാവും നമ്മൾ കൊത്തിയുണ്ടാക്കിയ കുറേ ഓർമ്മകൾ, കോമ്പസ് കൊണ്ട് വരച്ച അനവധി ചിത്രങ്ങൾ, ടീച്ചറുടെ ബോറിംഗ് ക്ലാസ്സിലുണ്ടായ മനോഹരമായ ഭാവനകൾ, പറഞ്ഞതും പറയാതെയും പോയ നിരവധി പ്രണയങ്ങളും പരിഭവങ്ങളും, പരീക്ഷയ്ക്ക് വേണ്ടി കുറിച്ച നിരവധി ടിപ്സുകൾ. സ്വന്തം പേര് ഡെസ്കിൽ എഴുതാത്തതായി നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? പറ. ആ ഡെസ്കിൽ തലയായി ചുറങ്ങാത്തവരുണ്ടോ? നിങ്ങൾക്കുമില്ലേ ഇത്തരം ചില ഓർമ്മകൾ? ജീവൻ ഏതോ കാലക്കേടില്ലാണോ? ലോല വായോ പോകാം, ലോകം കാണാം തേരാ പാറ. കെട്ടി ഹൃദയം പൊട്ടി, വഴിയും തെറ്റി വിടത്തി
Here we have the little dancers of LKG, Arushi Praveen, Iza NCP, Aileen Teresa KV, Rua PS, Naitika TV, Emmy Alfonza, Adin Anish, Hridya B. Nambiar, Arush D, Devik N. Rajiv, Aman Ahmad Jahan, Muhammad Ayan PK, Anvin Anoop, Ishan TP. ലോകത്താകമാനുള്ള മനുഷ്യജീവിതത്തിൻ്റെ പ്രസരിപ്പ് പ്രത്യക്ഷപ്പെടുന്നത് ഉത്സവങ്ങളിലാണ്. സാമൂഹികമായ കൂട്ടായ്മയുടെ ആവിഷ്കാരങ്ങളായ ഒട്ടേറെ ഉത്സവങ്ങളുണ്ട്. മിക്ക കലകളും വളർന്നു വികസിച്ചതും ആവിഷ്കരിക്കപ്പെടുന്നതും ഉത്സവങ്ങളോടനുബന്ധിച്ചാണ്. ലാസ്യതാളലയ സമ്മിശ്രമായ നൃത്തരൂപങ്ങൾ എല്ലാ ആഘോഷങ്ങളിലും വ്യത്യസ്തമായ രീതിയിൽ നിറഞ്ഞാടുന്നു. जरा सा महसूस हुआ एक लाइफ की गाड़ी ने कस के मारा ब्रेक. हो रहा है क्यों कंफ्यूज मेरे दिल, मशवरा मेरा तू आजमा के देख. यही उम्र है कर ले गलती से मिस्टेक, यही उम्र है कर ले गलती से मिस्टेक, यही उम्र है कर ले गलती से मिस्टेक, यही उम्र है कर ले गलती से मिस्टेक बेटा. चल मसल फुलाना, थोड़ी बॉडी बनाना, तेरे चिकने गालों पे स्टबल की फसल उगाना. अरे रे रे ओबे चल बेटा शुरू हो जा गुरु, बगल उठा के थोड़ा डियो लगाना, किसी बगल वाली को मर्दानी खुशबू सुंघाना. चल ऊपर के दो बटन ढीले करके बताना, बालों वाला सीना दिखाना, बालों वाला सीना दिखाना. बरसों तलक तू साइकिल पे घुमा है, हाईवे पे मोटर साइकिल भगा के देख. स्पीड में तुझको अगर सर्दी लगे तो सीट पे पीछे लड़की बिठा के देख. यही उम्र है कर ले गलती से मिस्टेक, यही उम्र है कर ले गलती से मिस्टेक, यही उम्र है कर ले गलती से मिस्टेक, यही उम्र है कर ले गलती से मिस्टेक बेटा. Here we have the super dancers of UKG. Lakshit Nigam, Atmiya Anand, Aisha Zera, Tanushka M, Serin Joseph, Faizan Muhammad KP, Nihara Nibin, Shivani Jinesh, Arav Mahesh, Satvik P. Sujit, Hritik Das, Alston AS, Ankita A. Nair, and Nishin S. പ്രേക്ഷകരുടെ ശ്രദ്ധയും താല്പര്യവും നിലനിർത്തുന്നു, അല്ലെങ്കിൽ സന്തോഷവും ആനന്ദവും നൽകുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു രൂപമാണ് വിനോദം. വിനോദത്തിൻ്റെ പരിചിതമായ രൂപങ്ങൾക്ക് വ്യത്യസ്തമായ മാധ്യമങ്ങളിലൂടെ കടന്നുപോകുവാനുള്ള കഴിവുണ്ട്. വിനോദത്തിൻ്റെ ഒരു പ്രധാന വശം പ്രേക്ഷകരാണ്. ലോകത്തെവിടെയുമുള്ള എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്കും സന്തോഷം നൽകാൻ കഴിയുന്നവയാണ് സംഗീതവും നൃത്തവും.
नाचा जो ट्विटर पे ट्रेंड हो गया। नासिक के ढोल पे धन 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 नाचा तो सबका दी एंड हो गया। मेरे इशारे पे तो दिनों दिन नाचा जो ट्विटर पे ट्रेंड हो गया। नासिक के ढोल पे धन 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 नाचा तो सबका दी एंड हो गया। सारी दुनिया में एक ही फेमस है, मुंबई हो या और दिखा दूं तुझे मेरा वाला डांस। ये है मेरा वाला डांस, तो नाचू। ये है मेरा वाला डांस, तो नाचू। ये है मेरा वाला डांस। एक तेरे खातिर ही दिल ये पॉसेसिव है, मैं तेरे पीछे पड़ा, असर तेरा मैसिव है। हाँ, एक तेरे खातिर ही दिल ये पॉसेसिव है, मैं तेरे पीछे पड़ा, असर तेरा मैसिव है। मैंने लाखों को लॉक करके ही तुझको दिया है दिखा दे मुझे तेरा वाला डांस, देखूं तो मैं कैसा है ये तेरा वाला डांस, तो नाचू। ये है मेरा वाला डांस, तो नाचू। ये है मेरा वाला डांस। Zimba dances, that was an impeccable synchronization, little ones. Hats off you. അടിപൊളി നൃത്തച്ചുവടുകളുമായി UKGയിലെ കുരുന്നുകളിതാ നിങ്ങൾക്ക് മുൻപിൽ. വേദിയിൽ ഷയാൻ മുഹമ്മദ്, ആരാധ്യ AK, ഐഷാൻ കൃഷ്ണ, അന്ന ബിനീഷ്, ജുവാൻ ജോസഫ്, ദേവ്ന ദനേഷ്, ആലിയ, ലക്ഷ്മി രാജ്, ഹന്ന മേഴ്സി ഇമാനുവേൽ, നേഹ ഫാത്തിമ, ഹന്ന മേരി ജിത്തു, അശ്വിൻ എസ് ശബരി ലക്ഷൻ, സാവിയോ ബിജു ചാക്കോ, ആദവ് ഡി ധനേഷ്, ആരവ് അരുൺ. ഞാനും നീയും ഒന്നാണ്. മനസ്സിന് വന്ന മുറിവുകളും വേദനകളും നമുക്ക് മറക്കാം, കൈകോർക്കാം, ഒരുമിച്ച് പൊരുതാം. കല്ലുകളും മുള്ളുകളും നിറഞ്ഞ വഴികളിൽ പരസ്പരം താങ്ങായി, തണലായി, നല്ലൊരു സുഹൃത്തായി ജീവിത വീഥികളിലെ ഇടനാഴികളിൽ വെച്ച് എന്നെങ്കിലും വീണ്ടും കണ്ടുമുട്ടേണ്ടവരാണ് നമ്മൾ. ദാഹിക്കുന്നവന്റെ ദാഹമകറ്റുവാനും വിശക്കുന്നവന്റെ വിശപ്പടക്കുവാനും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം. ക്ഷീണിതനായവന് മരം തണലേകും പോലെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തിനും നമുക്ക് തണലായി മാറാം. അന്നൊരു നാളിൽ മിന്നണരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ. മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ. നെഞ്ചിലോ ബാൻഡടിയോ
താട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. ഒട്ടെ പമ്പന്തങ്കി താട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. കാത്തിടുന്നവർ കാലംബമാകും, കാൽവരിയിലെ കണ്ണീര് മായ്ക്കും. കണ്ണിൽ മിന്നണ കുഞ്ഞു പുഞ്ചിരി, താരകങ്ങളോ പൂക്കളോ പാരാകെ ൂരാകെ ഉള്ളാകെ രവാനെ മേരാനെ പത്തെ പമ്പന്തങ്കി താട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. ഒട്ടെ പമ്പന്തങ്കി താട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. അന്നൊരു നാളിൽ മിന്നണ രാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ. മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി, സർവലോകർക്കും നന്മയേകും കാരുണ്യമായി, ബത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി, സർവലോകർക്കും നന്മയേകും കാരുണ്യമായി, ബത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി, സർവലോകർക്കും നന്മയേകും കാരുണ്യമായി, ബത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. വിണ്ണിൽ താരകൾ പുൽഞ്ഞിരി തൂകി, മണ്ണിൽ കോരിയ നാദങ്ങൾ പാടി, അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി, എന്നും ആഘോഷം ഉണരുകയായി. Performance that's bursting with flavor and energy. Here on the stage, Alankrita A.K., Ahan George Jindo, Anvit Sudesh, Devik Srilal, Hena Jude, Heza Jude, Kshiti Janki, Dua Alia Rahman, Eden Roji Thomas, Aaron Mikhael B, Mazin Sadiq, Ivan P. Rijosh, Astik A.A., Shreyas A.S., Ritvik P. Sujit, Sriyan, Anvika Manoj, Ailin Maria Anish, Aidan Anup, Avantika Bharadwaj, Genesis Sheen Jones, Gerald Sheen Jones, Alia Marwa P.K., Rudru Mahadev D, Eov Aiden Tino Stephen, Advi Krishna and Prayan. നമ്മുടെ ഭൂമി എത്ര സൗന്ദര്യം നിറഞ്ഞതാണ്. പൂക്കളും പൂമ്പാറ്റകളും കാടും അരുവിയും പച്ചക്കറികളും നിറഞ്ഞ ഫലപുഷ്ടമായ ലോകം. ഭൂമിദേവി കനിഞ്ഞു തന്ന വരദാനമാണ്. ഭൂമിയെ സംരക്ഷിക്കുക,
പെറ്റമ്മയേക്കാൾ മധുരം തരുന്ന ഒന്നാണ് പ്രകൃതി. Here on the stage, the Sunflowers. The apples are coming on the stage. Here the tulip on the stage. Now the watermelons are coming on the stage. Now lotus on the stage. Here mangoes are coming on the stage. Now hibiscus are on the stage. The grape on the stage. Daisies are on the stage. Strawberry is coming on the stage. And the rose on the stage. The marigold on the stage. Orange is coming on the stage. Jackfruits on the stage. Thank you, dear little ones. Here we have the children of UKG. Arav PK, Ahan Dev TS, Ezin Muhammad,
Ryan Binoy, Mark Joe Abhilash, Luke Vince Abhilash, Adarv Sajid, Hafiz Ahyan, Udit Siriyak, Damian Stephen Mendes, Daniel George, Ridhika KN, Liz Teresa Libin, Fatima Zoya, Nadan Joe, Adidev Anand, Adrika Sugumaran, Darion Rennie, Hanna Fatima, Adityan S. Kumar, Adinath PD, Aizin Ibrahim M, Donna Victor, Joseph Savio, Naika Sanoop, Riduveda MS, Eva Mamesh. കുട്ടികൾ നാളേക്ക് തണൽ പകരേണ്ട നന്മ മരങ്ങൾ. എന്നാൽ വർത്തമാനകാലത്ത് നമ്മുടെ ചുറ്റും സംഭവിക്കുന്നത് എന്താണ്? ദുർബലർ ചൂഷണം ചെയ്യപ്പെടുന്നതിന്റെ ഏറ്റവും വലിയ ഇരകളാകുന്നുവോ ഇന്നത്തെ കുട്ടികൾ? തിരിച്ചറിയണം, അവർക്ക് ചുറ്റും ലഹരിയുടെയും ലൈംഗികതയുടെയും വല നെയ്യുന്ന കുടില ശക്തികളെ. നഗരത്തിന് ഇതെന്തു പറ്റി? മയക്കുമരുന്നിന്റെ ഉപയോഗം ക്രമാതീതമായി കൂടി വരുന്നു. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്, ഉപയോഗിക്കാൻ അനുവദിക്കരുത്. നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെത്തലോടി ശമിക്കുവാൻ, ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ, മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ആകാശവാണി തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീരേഖ. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്ന് ഉണർന്നത്. മയക്കുമരുന്നിനടിമപ്പെട്ട വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു.
ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിൽ നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ അറസ്റ്റിൽ. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന കൗമാരക്കാരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് എന്നും സമൂഹം ഈ വിപത്തിനെതിരെ ജാഗരൂകരായിരിക്കേണ്ടത് അനിവാര്യമാണ് എന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിക്കുന്നു. നമ്മുടെ കയ്യിൽ തന്നൊരു മുത്താണല്ലോ ജീവിതം. അത് മറ്റുള്ളവർക്കായി എറിഞ്ഞുടയ്ക്കും വിഡ്ഢികളാവരുതേ നമ്മൾ. വലിയോന്മാരെ വളർത്താൻ നമ്മൾ വഴിയിൽ രക്തം ചിന്തരുതേ. അവരുടെ ബലിയാടുകളായി തെരുവിൽ അറവിനു നിന്നു കൊടുക്കരുതേ. സ്വർഗം നമ്മുടെ കയ്യിൽ തന്നൊരു മുത്താണല്ലോ ജീവിതം. മറ്റുള്ളവർക്കായി അറിഞ്ഞുടയ്ക്കും വിഡ്ഢികളാവരുതേ നമ്മൾ. ഈ ഇരുണ്ട കാലഘട്ടത്തിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാത്ത 1000 സ്വപ്നങ്ങളുള്ള, ദിശാബോധമുള്ള, നന്മയുടെ വെള്ളി വെളിച്ചം വിതറുന്ന പുതിയ തലമുറ ഉണർന്നെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുകയില്ല, ഉപയോഗിക്കുവാൻ അനുവദിക്കുകയില്ല. ലഹരി വിമുക്തമായ കേരളം, ലഹരി വിമുക്തമായ ഭാരതം, ലഹരി വിമുക്തമായ ലോകം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. വരം കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. പ്രിയരെ, നമ്മളുടെ കുട്ടികളുടെ പരിപാടികൾ ആദ്യം മുതൽ അവസാനം വരെ അവർക്കൊപ്പം സഞ്ചരിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ഈ നാട്ടിലെ പ്രബുദ്ധരിൽ പ്രബുദ്ധരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഒപ്പം അധ്യാപകർ, വിശിഷ്യ രക്ഷകർത്താക്കൾ, അനധ്യാപകർ, ഈ നാട്ടിലെ മുഴുവൻ കലാസ്നേഹികൾക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. തുടർന്നും ഏവരുടെയും സഹകരണമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.